നമസ്കാരം. വരണം. മോർണിംഗ്. യെസ് മാഡം. ഇവിടെയാണ് സോർട്ടിങ്. ആ സെക്കൻഡ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചോളൂ. ജോലി നടക്കട്ടെ. പരിചയപ്പെടലൊക്കെ സൗകര്യം പോലെയാവാം. ആ നോക്കിയെടുത്തോളൂ. അക്കൗണ്ട്സ് വെച്ച് പറയാ. പ്രൊഡക്ഷൻ കൂട്ടിയേ പറ്റൂ. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും വേണം. യെസ് മാഡം. എന്താ മാഡം 5-6 വർഷമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ. പിരിഞ്ഞു പോണെന്ന് കണക്ക് തീർത്തിട്ടില്ല. ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ സൗകര്യം പോലെ നോക്കാം. ദേവാ, മനസ്സിലായോ? മാധവേട്ടൻ. ഗോപാലേട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ഇരിക്കൂ. അന്ന് നടന്നതിനെക്കുറിച്ച് പഞ്ഞിക്കാരൻ പറഞ്ഞ അറിവും അതിലേറെ സംശയങ്ങളുമേ ഞങ്ങൾക്കുള്ളൂ. സത്യത്തിൽ എന്താണെന്നുണ്ടായത്? നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കും മാധവേട്ട. ഞാൻ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. നീ ഇനി ഇവിടെ ഉണ്ടാവോ സ്ഥിരമായി? ഉണ്ടാവുമെങ്കിൽ അനിതയുടെ കാര്യം ആലോചിക്കാവുന്നതാ. ഇനിയിപ്പോ എന്താണെങ്കിലും മകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എതിര് നിൽക്കില്ലെന്നാ ഗോപാലേട്ടൻ പറയണേ. നിനക്കറിയോന്നറിയില്ല, പണ്ട് നിന്റെ ഗംഗേച്ചയ്ക്കും നിന്നെക്കുറിച്ചും അനിതയെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഗംഗേച്ചയ്ക്ക് വേറെയും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മാധവേട്ട. അത് പോട്ടെ. പിന്നെ എൻ്റെ കാര്യം അതാരും ആലോചിക്കണ്ട. ഞാൻ എപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗംഗേ വാ. നിന്റെ ചേച്ചിയുടെ പേരാ നോക്കിട്ടത്. നന്ദി മാധവേട്ട. മാധവേട്ടൻ്റെ മനസ്സിലെങ്കിലും എൻ്റെ ചേച്ചി മരിച്ചില്ലല്ലോ. ഞാൻ കമ്പനിയിൽ നിന്ന് പിരിയാന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നില്ല. കണക്ക് തീർത്ത് തന്നിരുന്നേൽ. ഞാൻ ഇതുവരെ കമ്പനി ഫയൽസ് കൃത്യമായി നോക്കിയിട്ടില്ല. ഇനി ഈ കാലം അപ്പൊ ഞാൻ എന്താ വേണ്ടത്? കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് വരൂ. വൃത്തി കിട്ടോ.
തന്റെ കണക്കും കാശൊക്കെ മാനേജറോടെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാഡം വരുമ്പോ നേരിട്ട് മേടിച്ചോളൂ. ഓ ആ എന്തായാലും താൻ വന്നത് നന്നായി. 1-2 ഓട് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ചേക്ക്. ഉം. Up on your right elbow with your left hand on the floor in front of you. Maximize the distance between your ear and your shoulder. ഷീബ, യെസ് മാഡം. പിരിഞ്ഞു പോകുന്ന വർക്കർ എവിടെയാ വെയിറ്റ് ചെയ്യുന്നേ? പുറത്തുണ്ടല്ലോ മാഡം. ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഷീബ, ആ ക്യാഷ് ഇങ്ങെടുത്തേ. അക്കൗണ്ട്സ് പ്രകാരം മുഴുവൻ ക്യാഷും ഉണ്ട്. ആ വേണ്ട, ഞാൻ തിരിച്ചു പോകുന്നില്ലെന്ന് പറയാനാ വന്നത്. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോവാനാ? അത് പിന്നീട് ആലോചിച്ചപ്പോഴല്ലേ മനസ്സിലായത്. ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല. ആ ഇയാളെന്താ നോർമൽ അല്ലേ? അതെ, ആ കട്ടിംഗ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. മിസ്റ്റർ വിജയൻ. യെസ് മാഡം. വൺ മിസ് അപർണ റാവ് ഫ്രം ഹൈദരാബാദ്. വിത്തിൻ 2-3 വീക്സ് ഇവിടെ എത്തും. അവർക്ക് വേണ്ട ഹോട്ടൽ അറേഞ്ച്മെന്റ്സ് മറ്റും ചെയ്തു കൊടുക്കണം. ഓക്കെ. ആരാ മാഡം ഈ അപർണ റാവ്? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഓടിന്റെ ഇഷ്ടികയുടെയും പ്രൊഡക്ഷൻ കൊണ്ട് മാത്രം കമ്പനി നടത്തുന്നതിൽ അർത്ഥമില്ല. തറയോടിന്റെ പ്രൊഡക്ഷൻ കൂടി ആരംഭിച്ചേ പറ്റൂ. യെസ് മാഡം. ഞാൻ അവർക്ക് വേണ്ടി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോളാം മാഡം. എടോ, മൂത്ത് നരച്ചല്ലോ. എന്നാലും താൻ കൊള്ളാലോ. എന്താന്നോ തനിക്കൊന്നും അറിയില്ല അല്ലേ? ഇനി മേലാൽ ഇതുപോലെ ഇൻഡീസെന്റായി താൻ തന്റെ കണ്ണെടുത്ത് എന്റെ മേൽ വച്ചാൽ അന്ന് ഈ കോമ്പൗണ്ടിന് പുറത്തായിരിക്കും താൻ. എവിടുന്ന് കിട്ടി വൃത്തിയായിട്ടവനെ? കൗണ്ടർ